ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന റെസിപ്പി നമ്മുടെ സലു കിച്ചൺ ചാനലിലെ സമീറായത്തായുടെ റെസിപ്പിയാണ്. നിങ്ങളിൽ എല്ലാവർക്കും സലു കിച്ചൺ അറിയാവുന്നതാണെന്ന് എനിക്കറിയാം. അത്രയ്ക്ക് സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഉള്ളൊരു ചാനലാണ്. അപ്പോൾ ഈയിടെ ഒരു ഗീവ് അവേ ഇട്ടിരുന്നു. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ജനുവരി 31. അപ്പോൾ ഇത് സലു കിച്ചൺ ഇൻസ്പയർഡ് വീഡിയോ ആണിത്. അതായത് സ്പൈസി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റാണിത്. ഈ ഒരു റെസിപ്പി എനിക്ക് കണ്ടപ്പോൾ തന്നെ പെട്ടെന്ന് ഒരു ഇഷ്ടം തോന്നി. അതാണ് ഈ റെസിപ്പി തന്നെ ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം. നോക്കിയപ്പോൾ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് റെഡിയാക്കാവുന്നതായിട്ടും തോന്നി. ഇത്തവണ എല്ലാ റെസിപ്പികളും നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടാണ് ഇത്തവണ സംസാരവും രീതികളും എല്ലാം. അതായത് ഒരു ജാടയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഒരുപാട് വീഡിയോസ് ഞാൻ കാണാറുമുണ്ട്, അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കാറുമുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ കൂട്ടുകാർ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങൾ സലു കിച്ചൺ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ വേഗം ഇത്താടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. അടിപൊളിയായിട്ടുള്ള റെസിപ്പികൾ നിങ്ങൾക്ക് ആ ചാനൽ വഴി കിട്ടും. അപ്പോൾ ഇത്താടെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ അടിപൊളിയായിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. നമ്മുടെ സമീറായത്താടെ ഈ ഒരു സ്പൈസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈക്ക് വേണ്ട സാധനങ്ങൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ഞാൻ 1/2 കിലോ ചെറിയ പീസാക്കി കട്ട് ചെയ്ത ചിക്കൻ ഇവിടെ എടുത്തിട്ടുണ്ട്. 2 മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 4 ഗ്രീൻ ചില്ലി എടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഓയിൽ, ഉപ്പ്, കുറച്ച് കറിവേപ്പില ഇതിലേക്ക് കൂടുതൽ ഇടുന്നുണ്ട്. പിന്നെ കാശ്മീരി വത്തൽമുളക് ഒരു 5-6 പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം പൊടികളാണ്. ഇതൊക്കെ ഞാൻ അതിലേക്ക് ഇടുമ്പോൾ ഇതിൻ്റെ അളവ് പറയാം. പിന്നെ കെച്ചപ്പാണ് എടുത്തിരിക്കുന്നത്. വളരെ കുറച്ച് വീട്ടിലുള്ള ഐറ്റംസ് മാത്രം മതി നമുക്ക് സ്പൈസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ. ഈ ഒരു റെസിപ്പി കണ്ടപ്പോൾ തന്നെ എന്തോ ആ ഒരു റെസിപ്പിയിൽ ആ ഒരു ചിക്കൻ്റെ ഫ്രൈ തന്നെ കണ്ടപ്പോൾ തന്നെ നല്ലൊരു ഭംഗിയും തോന്നി. അത് ഉണ്ടാക്കാനായിട്ടുള്ള പെട്ടെന്നൊരു ഇത് തോന്നി എനിക്ക്. അങ്ങനെയാണ് സമീറായത്താടെ ഈ റെസിപ്പി തന്നെ ഞാൻ ട്രൈ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ച സവാള ഇട്ട് കൊടുക്കാം. ഓയിൽ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചോപ്പ് വെച്ച് സവാള ഇട്ട് കൊടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കിത് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ 1.5 ടേബിൾ സ്പൂണാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്ക് ഗ്രീൻ ചില്ലി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രീൻ ചില്ലി ഞാൻ ഇപ്പോൾ ചെറുതായിട്ട് വട്ടത്തിൽ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ ഗ്രീൻ ചില്ലി നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക്. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. എപ്പോഴും ചെറിയ തീയിൽ വെച്ച് വേണം നമ്മളിത് ചെയ്യാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതങ്ങ് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം.
കറിവേപ്പില കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട് ഈ ഒരു സ്പൈസി ചിക്കൻ ഫ്രൈയിൽ. ബാക്കി കറിവേപ്പില നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കുറച്ചിട്ട് കൊടുത്തു. ഇനി നമുക്ക് പൊടികൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണാണ് ഇടുന്നത്. ഇതിലേക്ക് തരിതരിപ്പായിട്ട് പൊടിച്ച് വെച്ച് നമ്മൾ പെപ്പറാണ് ഇടുന്നത്. 1 ടീസ്പൂണാണ് പെപ്പർ ഇടുന്നത്. പിന്നെ മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂണാണ് ഇടുന്നത്. രണ്ടര ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് പിന്നെ ഇതിലേക്ക് ഇടേണ്ടത്. പിന്നെ നമുക്ക് ലാസ്റ്റായിട്ട് ഗരം മസാലയാണ് ഇട്ട് കൊടുക്കേണ്ടത്. 1 ടീസ്പൂണാണ് ഗരം മസാല ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഇതൊക്കെ നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പൊടികളുടെയൊക്കെ കുത്തൽ നന്നായിട്ട് പോയതിന് ശേഷം വേണം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാൻ ഇതിലേക്ക്. ഇത് നല്ലൊരു ടേസ്റ്റും നല്ലൊരു കാണാൻ തന്നെ നല്ലൊരു കളറും ഒക്കെ ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്. നമുക്ക് പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വന്നാൽ നമ്മുടെ ചിക്കൻ മാത്രം മതി, ബാക്കിയുള്ള ഐറ്റംസൊക്കെ എല്ലാം നമ്മുടെ വീടുകളിലുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാവുന്ന ഒരു ചിക്കൻ ഫ്രൈ കൂടിയാണിത്. നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് ഇതിലേക്ക് പിടിച്ചിട്ടുണ്ട് ഈ സവാളയിലേക്ക്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ ചിക്കനിലേക്ക് ഒട്ടും വെള്ളം ആഡ് ചെയ്യുന്നേ ഇല്ല. കറക്റ്റ് ചിക്കനിലെയൊക്കെ വെള്ളം നന്നായിട്ട് നമ്മളത് മൂടി വെച്ചൊരു 10 മിനിറ്റ് വേവിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ചിക്കനിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി ചിക്കനായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് വരും. മസാല എല്ലാം ചിക്കനിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 6-7 പീസോളം ഉള്ള കാശ്മീരി റെഡ് ചില്ലിയാണിത്. ഇത് ഞാൻ കുറച്ച് വലുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഉപ്പൊന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, നമുക്ക് കുറച്ച് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതൊരു മീഡിയം തീയിൽ വെച്ച് അടപ്പ് വെച്ച് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് വേവിക്കാം. ഇതിനകത്ത് വെള്ളം നമ്മൾ ഒട്ടും ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ആ 10 മിനിറ്റിനുള്ളിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അടപ്പൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം വെള്ളം ചേർക്കാത്തതുകൊണ്ട് പെട്ടെന്ന് അടിക്ക് പിടിക്കും. അതുകൊണ്ട് അതൊന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ ചിക്കൻ ഇപ്പോൾ ഇവിടെ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ചെറിയ തീയിലാണ് ഇത് വെക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം വലിയ തീയിൽ വെച്ചാൽ ചിക്കൻ്റെ ഉൾഭാഗം വേഗത്തുമില്ല,
അപ്പോൾ ഇത് പെട്ടെന്ന് അടുക്കി പിടിക്കുകയും ചെയ്യും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം ചെറിയ ചെറിയ പീസുകളായതുകൊണ്ട് ചിക്കൻ ഇപ്പോൾ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റും കൂടെ നമുക്ക് മൂടി വെക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റും കൂടെ ഇത് മൂടി വെച്ച് ഒന്ന് വേവിക്കാം. ചെറിയ തീയിൽ വേണം ഇത് വെക്കാൻ. ഏകദേശം ഒരു മീഡിയം തീയിൽ ആ ഒരു ഇതിൽ വേണം ഇത് പ്രത്യേകം വെച്ച് നമുക്ക് വേവിക്കാൻ. നമ്മുടെ ചിക്കൻ ഇപ്പോൾ 5 മിനിറ്റും കൂടെ ആയിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് അതിൻ്റെ അത്ര മസാല എല്ലാം പിടിച്ച് നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ടൊമാറ്റോ കെച്ചപ്പാണ്. ഇതൊരു 3 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ കെച്ചപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ കെച്ചപ്പ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ല ഡ്രൈ ആക്കി എടുക്കണം ഈ ചിക്കന്. ഈ കെച്ചപ്പിൻ്റെ ആ ഒരു ടേസ്റ്റും സ്പൈസിയും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ഈ സ്പൈസി ചിക്കൻ ഫ്രൈ നല്ല അടിപൊളി ഒരു ടേസ്റ്റാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഞാൻ കുറച്ച് കൂടുതൽ ഇതിലേക്ക് ഇടുന്നുണ്ട്. നമുക്ക് കറിവേപ്പിലയും കൂടെ എടുത്ത് ഇത് നല്ല ഡ്രൈ ആക്കി എടുക്കാം. അപ്പം നമ്മുടെ സ്പൈസി ചിക്കൻ റോസ്റ്റ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് പറയാൻ വാക്കുകളില്ല. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്. ഞാനിതൊന്ന് നോക്കട്ടെ, ഉപ്പും എരിവൊക്കെ കറക്റ്റാണ്. അടിപൊളി ടേസ്റ്റാണ് ഈ ചിക്കൻ റോസ്റ്റിന്. അപ്പോൾ ഞാനിപ്പോൾ അടുപ്പ് ഓഫ് ചെയ്യുകയാണ്. ഇനി ഞാനൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഞാനിപ്പോൾ ഈ സ്പൈസി ചിക്കൻ റോസ്റ്റ് ഒരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ചിക്കൻ റോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അതുപോലെ പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ല അടിപൊളി ഒരു കോമ്പിനേഷനാണ് ഈ ചിക്കൻ റോസ്റ്റ്. ഞാൻ ഒരു അല്പം എടുത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ്. നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് കഴിച്ചാൽ മാത്രമേ അതിൻ്റെ ഒരു ഇത് നമുക്കറിയാൻ പറ്റത്തുള്ളൂ. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഈ റെസിപ്പി ട്രൈ ചെയ്യാൻ ആരും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ സമീറായത്തായുടെ സ്പൈസി ചിക്കൻ റോസ്റ്റ് ഇതാ ഇവിടെ നോക്കൂ. കാണുമ്പോൾ തന്നെ നമുക്കതൊന്ന് ഉണ്ടാക്കി നോക്കാനും അല്ലെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കാനും തോന്നും. അത്രയ്ക്ക് ചിക്കൻ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഇതാണ്. കുട്ടികൾക്ക് തന്നെ ചിക്കൻ ആയിരിക്കും ഏറ്റവും അധികം ഇഷ്ടം ഇറച്ചികളിൽ. അത്രയ്ക്ക് ഒരു ഇഷ്ടമുള്ളതാണ് നമ്മുടെ ഇറച്ചികളിൽ ചിക്കന്. അപ്പോൾ പിന്നെ ഈ ചിക്കൻ റോസ്റ്റ് എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല അവർ. നമ്മൾക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് റെഡിയാക്കുകയും ചെയ്യാം. എന്നാൽ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റുമാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ സലു കിച്ചൻ്റെ എല്ലാ റെസിപ്പികളും നല്ല അടിപൊളിയായുള്ള റെസിപ്പികളാണ്. അപ്പോൾ സമീറായത്തായുടെ ചാനലിൻ്റെ ലിങ്ക് കൂടി ഞാൻ എൻ്റെ ചാനലിൻ്റെ അടിയിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ
കാണാത്തവർ ഈ ഒരു ചാനൽ കാണുകയും, നല്ല ഫേമസ് ആയിട്ടുള്ളൊരു ചാനലാണ്. നല്ല സിമ്പിളായിട്ട് റെസിപ്പികൾ ചെയ്യുന്ന ഇത്തയാണ് സമീറായത്ത. അപ്പോൾ ഈ സമീറായത്തയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി പിന്നീട് കാണാം. താങ്ക്